പേട്ട, ഫറൂഖ് ചുങ്കം, ഫറൂഖ് പേട്ട, ചെറുവണ്ണൂർ, അരീക്കാട്, മീൻചന്ത അങ്ങനെയാ പോവാ. ഈ ബൈപ്പാസ് ഇല്ലാത്തൊരു സ്ഥിതിയാണെങ്കിൽ ആ വാഹനമൊക്കെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ നാടിന്റെ സ്ഥിതി? ആ പ്രദേശത്തുള്ളവർക്ക് വാഹനവുമായി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടാവുക. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയായിരുന്നു കോഴിക്കോട് ബൈപ്പാസ് ഉൾപ്പെടെ NH 66. അത് LDF സർക്കാർ വന്ന് യാഥാർത്ഥ്യമായി. കേരളത്തിലാകെ അതിന്റെ ഗുണമുണ്ടാകും, കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഗുണമുണ്ടാകും. എന്നാൽ അതിൽ ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDFന് കൂടുതൽ കരുത്ത് പകരും. രാമനാട്ടുകരയിൽ നിന്നും മലപ്പുറം ജില്ല കടന്ന് തൃശ്ശൂർ എത്താൻ ഇപ്പോൾ 1.5 മണിക്കൂർ മതി. നേരത്തെ 5 മണിക്കൂർ വേണം. രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് കടന്ന് കൊയിലാണ്ടി എത്താൻ നേരത്തെ മണിക്കൂറുകൾ വേണം. ഇപ്പോൾ 10-15 മിനിറ്റ് മതി. ബേപ്പൂർ മണ്ഡലത്തിലെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നേരത്തെ മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് വന്നതോടുകൂടി മെഡിക്കൽ കോളേജിൽ വേഗത്തിലെത്താം, കോഴിക്കോട് നഗരത്തിൽ വേഗത്തിലെത്താം. ഇത് ഏറ്റവും അധികം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വീടുകളിൽ പോകുമ്പോൾ ആളുകൾ എടുത്തു പറയുകയാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇത് എടുത്തു പറയുകയാണ്. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായത് മുടങ്ങിപ്പോയ പദ്ധതി, UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ച്, ദേശീയപാതയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ച്, സംസ്ഥാന സർക്കാരിന്റെ കൂടി ഇച്ഛാശക്തിയുടെ ഭാഗമായി യാഥാർത്ഥ്യമായ കോഴിക്കോട് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേശീയപാത വികസനം പൂർത്തീകരിച്ചത് അത് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണമാകുമെന്ന് അദ്ദേഹം പറയുന്നു.